വിവോയുടെ വിവോ എക്സ് ഫോൾഡ് 3 Pro എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ എക്സ് ഫോൾഡ് 3 Pro എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 8.035 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2480x2200 ആണ്. E7 OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഒരു പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 nits ആണ്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്തും ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1172x2248 ആണ്. ഇതിലും OLED പാനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലും 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 nits വരെയും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 2 ഡിസ്പ്ലേയിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 236 gram ആണ്. ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 11.2 mm ആണ്. ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 5.2 mm ആണ്. പിന്നെ IPX8 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മികച്ച പെർഫോമൻസ് വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 16 GB റാമും 512 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP 1.68 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇത് OmniVision OV50H സെൻസറാണ്. OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.3 ഇഞ്ചാണ്. പിന്നെ 64 MP f2.57 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇത് OmniVision OV64B സെൻസറാണ്. പിന്നെ ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 50 MP f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സാംസങ് Gen 1 സെൻസറാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 2 ഡിസ്പ്ലേയിലും 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിവോയുടെ V3 ഇമേജിംഗ് ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5700 mAh ബാറ്ററി വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 9999 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 1,17,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ഫീച്ചേഴ്സാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല മികച്ച ബാറ്ററി സെറ്റപ്പും ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യൂ എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. വിവോയുടെ എക്സ് ഫോൾഡ് 3 സീരീസിൽ വരുന്ന ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ചിലപ്പം അതിൽ ഈ ഒരു ഫോണും കൂടി ഉണ്ടായേക്കാം. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ചിലപ്പം ഒരു 1,30,000-40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈവൻ 1,50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. എന്തായാലും വിവോയുടെ വിവോ എക്സ് ഫോൾഡ് 3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൾഡബിൾ ഫോണാണ്. വിലയും അത്യാവശ്യം നല്ലോണം ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.